കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസ് വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രതികളെ ഇന്ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. CPI മുൻ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ അംഗം N ഭാസുരാംഗനും മകനും അടക്കം 6 പേരാണ് പ്രതികൾ. 3,22 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് EDയുടെ കണ്ടെത്തലുണ്ടായിട്ടുള്ളത്. ഭാസുരാംഗനും മകനും റിമാൻഡിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇന്ന് കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസ് വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. ഇന്ന് എന്തെല്ലാം നടപടിക്രമങ്ങളാണുള്ളത്? ലക്ഷ്മി, ഇന്ന് ആദ്യഘട്ടമായി പ്രതികളെ കുറ്റപത്രം 6 പ്രതികളെയും കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന ഒരു നടപടികളിലേക്കാണ് കടക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിന് സമാനമായി തന്നെ CPI നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ സഹകരണ ബാങ്കിന് തട്ടിപ്പിന് സമാനമായി CPI നേതൃത്വത്തിലുള്ള കണ്ടല ബാങ്കിൽ നടന്ന തട്ടിപ്പും വിശദമായ ഒരു അന്വേഷണം തന്നെയായിരുന്നു നടന്നത്. അതിലാണ് N ഭാസുരാംഗൻ, പാർട്ടിയുടെ മുൻ ജില്ലാ കൗൺസിൽ അംഗമാണ്, തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ അംഗം കൂടിയായ N ഭാസുരാംഗൻ, ഒപ്പം തന്നെ ഭാര്യ ജയകുമാരി, മക്കളായ അഭിമ, അശ്വതിയുടെ ഭർത്താവ് ബാലമുരുകൻ എന്നിവരാണ് ഈ കേസിലെ യഥാക്രമം 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. ഇതിൽ 4 പ്രതികൾക്ക് ഭാസുരാംഗനും അഖിൽജിത്തും ഒഴികെയുള്ളവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ ഭാസുരാംഗന്റെയും അഖിൽജിത്തിന്റെയും ജാമ്യാപേക്ഷ നേരത്തെ 2 തവണ വിചാരണ കോടതി, കലൂരിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന PMLA കോടതി 2 തവണ തള്ളി. അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ തങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടിയതിനെതിരെയും അവർ നിയമ നടപടികൾ അല്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ നീങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ 1,02 ലക്ഷം രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയതിനെതിരായുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം 2ാം ഘട്ട അന്വേഷണം പുരോഗമിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ കുറ്റപത്രം സമർപ്പിച്ച ഈ കേസിൽ ഇപ്പോൾ വിചാരണ നടപടികൾ കൂടി ആരംഭിച്ചിരിക്കുന്നത്. പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതോടുകൂടി തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഒപ്പം തന്നെ നിലവിൽ 3,22 ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് കണ്ടെത്തിയത് എങ്കിൽ അതിനും അപ്പുറം വലിയ തോതിൽ വ്യാപ്തിയുള്ളതാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. 101 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. ആദ്യഘട്ട കുറ്റപത്രത്തിലാണ് 3,22 ലക്ഷം രൂപയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കെല്ലാം വേണ്ടിയാണ് ഭാസുരാംഗൻ ഇടപെടലുകൾ നടത്തിയത്, അനധികൃത വായ്പകൾ അനുവദിച്ചിട്ടുള്ളത്, നിയമന തട്ടിപ്പുകൾ എന്തെല്ലാം എന്നീ കാര്യങ്ങളിലാണ് ഇപ്പോൾ 2ാം ഘട്ട അന്വേഷണം പ്രധാനമായും നടക്കുന്നത്. നിരവധി നേതാക്കൾ ഭാസുരാംഗനുമേൽ സമ്മർദ്ദം ചെലുത്തി ലോണുകൾ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഏത് തരത്തിലാണോ സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നത് അതിന് സമാനമായ ഒരു തട്ടിപ്പ് തന്നെയായിരുന്നു കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിലും നടന്നത്. സംസ്ഥാനത്താകെ 12ഓളം ബാങ്കുകളിൽ നടന്നിട്ടുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായിട്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇത് കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പിനെ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വിശദമായ അന്വേഷണം നടത്തിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഭാസുരാംഗനും കുടുംബാംഗങ്ങളും മാത്രമാണ് പ്രതിപട്ടികയിലുള്ളത്. അതോടൊപ്പം തന്നെ വിശദമായ അന്വേഷണത്തിൽ ഭാസുരാംഗനുമേൽ ലോണ് പല ആളുകൾക്കായി നൽകുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയ ആളുകളുണ്ട്. നിരവധി നിയമനങ്ങൾ അനധികൃതമായി N ഭാസുരാംഗന്റെ നേതൃത്വത്തിൽ പല തവണകളിലായി ഈ ബാങ്കിൽ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാമുള്ള വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ലക്ഷ്മി, ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.